നിങ്ങളൊരു യൂസ്ഡ് ബൈക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 months എഞ്ചിൻ വാറണ്ടി തന്നാൽ എങ്ങനെ ഉണ്ടാവും? യെസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അങ്കമാലിയിലുള്ള ട്രസ്റ്റ് വീൽസിലാണ്. അപ്പോൾ ട്രസ്റ്റ് വീൽസിൽ ഒരു വണ്ടി എടുക്കുമ്പോൾ 10 ചെക്ക് പോയിന്റ്സിലൂടെ കടന്നിട്ടാണ് ആ ഒരു വണ്ടി അവർ രണ്ടാമത് സെയിലിന് വെക്കണേ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിൽ അവർ ആ 10 ചെക്ക് പോയിന്റ്സിൻ്റെ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. അതിൽ കാണാം ലാസ്റ്റത്തെ 3 ടെസ്റ്റ് മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. ബാക്കി അത് നടത്താൻ ഇവരെ സ്വന്തം വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഫുൾ വണ്ടിയുടെ ചെക്കപ്പ് നടത്തിയാണ് അവർ ആ ഒരു വണ്ടി സെയിലിന് വെക്കണേ. അപ്പോൾ ഇവരുടെ അകത്ത് വെച്ചിരിക്കുന്ന വണ്ടികളാണ് ഇവർ സെയിലിന് വെച്ചേക്കണേ. അതിലിതേ ഇവിടെ നമ്മൾ ആ 10 ചെക്ക് പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് ഫ്ലഡ് വണ്ടിയാണെന്ന് ചെക്ക്, ജനറൽ ചെക്ക് ഇട്ടിട്ട് ബ്രേക്ക് പാഡ്സിൻ്റെ കണ്ടീഷൻ, ബാറ്ററി, പിന്നെ എഞ്ചിനീന്ന് സൗണ്ട്, റോഡ് ടെസ്റ്റ്, ഹെഡ്ലൈറ്റ്, നമ്മുടെ ബൾബുകളെല്ലാം വർക്ക് ചെയ്യണ്ടോ, പിന്നെ കോൺസെപ്റ്റ് ഒക്കെ ആണോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ ഈ ഒരു വണ്ടി ഇവിടെ വെക്കണം. അത് കൂടാണ്ട് ഇവിടെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വാറണ്ടി കാർഡ് കിട്ടും വിത്ത് ഫുൾ ഇൻഫർമേഷൻ ഫില്ല് ചെയ്തിട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണ എഞ്ചിൻ വാറണ്ടിയാണ് അപ് ടു 3 months അല്ലെങ്കിൽ 2000 kilometers ആണ് പ്രൊവൈഡ് ചെയ്യണത്. അത് കൂടാണ്ട് ഫിനാൻസ് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ വണ്ടി എടുക്കാനാണെങ്കിലും വണ്ടി കൊടുക്കാനാണെങ്കിലും ഡു ചെക്ക് ഔട്ട് ട്രസ്റ്റ് വീൽസ് ആൻഡ് ഗെറ്റ് യുവർ ബെസ്റ്റ് ഡീൽസ്.